ഹായ്, മുബശ്ശറാണ്, മാൾട്ടിൽ നിന്നാണ്, താലി പാർക്കിൽ നിന്നാണ്. ഇതിൻ്റെ മുന്നേ പറഞ്ഞാൽ തന്നെ. പിന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ മാൾട്ടൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായിപ്പം മാൾട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മാൾട്ടനെ കുറിച്ച് ഇതിപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത് 2024 ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റാണ്, ഒക്ടോബർക്ക് കയറാണ്. അപ്പോൾ ഇതുവരെ ഉള്ളൊരു സിറ്റുവേഷൻ എങ്ങനെയാണ്, മാൾട്ടൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, മാൾട്ടൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ, മാൾട്ടയിലിപ്പം ജോലി സാധ്യതകൾ എങ്ങനെയുണ്ട് ചോദിക്കുകയാണെങ്കിൽ, ജോലി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ജോലി ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. നമ്മളുള്ള കാര്യം പറയാണ്. എന്താ വെച്ചാൽ കയറി വന്നിട്ട് അന്നത്തെ പോലെ തന്നെ ഇതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ കെയർ ഓഫ് ആയി കയറി വന്നിട്ട് ജോലി ആവാതെ ജസ്റ്റ് ഒരു എൻട്രി എന്നുള്ള രൂപയാണ് അവിടെ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതേപോലെ ഇങ്ങോട്ട് വരാനിപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അങ്ങനെയും ചോദിക്കുന്നുണ്ട് ചിലർ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ വെച്ചാൽ VFSൻ്റെ ഡേറ്റ് ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് പറയാനുള്ളത് 50-50 കിട്ടുന്നുണ്ട്, എന്നാൽ ബുദ്ധിമുട്ടുണ്ട്. VFS ഡേറ്റ് തന്നെയാണ്, അത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പല രീതിയിലാണ് ഇവർ റൂൾസ് മാറ്റുന്നത്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് 1 ഇയർ ID കാർഡാണ് നമുക്ക് കിട്ടുന്നത്. 2 ഇയറും കിട്ടുന്നുണ്ട്. ഒരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഇയർ നമുക്ക് എടുക്കാൻ പറ്റും. എമൗണ്ട് കൊടുത്താൽ മതി. 300 യൂറോ ആണ് ഇപ്പം ID കാർഡ് പുതുക്കാൻ. 300 യൂറോ നാട്ടിലത്തെ ഒരു 27-27 രൂപ പോകും. അത് 2 വർഷത്തിനാണെങ്കിൽ 300-600 രൂപ കൊടുത്താൽ മതി. പക്ഷേ 600 യൂറോ കൊടുത്താൽ മതി. അപ്പം അങ്ങനെയും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഡെലിവറി ജോബിൻ്റെ കേസിലുള്ള ആൾക്കാർക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതേപോലെ ഡെലിവറി തന്നെ പാർട്ട് ടൈം പോണവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്ന് അവർക്ക് പിന്നെ പാർട്ട് ടൈമിന് ഓടാൻ പറ്റാത്ത അവസ്ഥ, അതിന് ഈ ഒരു പേപ്പർ കൊടുക്കാത്ത അവസ്ഥ, അതേപോലെ ടാക്സിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഇടയിലൊരു ബുദ്ധിമുട്ട് വന്ന് ഇപ്പോൾ ഇവിടുത്തെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥ, പിന്നെ ഇൻ്റർനാഷണൽ വെച്ചിട്ട് ഓട്ടാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥ, അതേപോലെ ബസ്സിൻ്റെ കാര്യത്തിൽ ടെൻലിജൻ്റെ കാര്യത്തിൽ ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതോട്ടോ, അതിലും കുറേ ആൾക്കാർക്ക് ടെർമിനേഷനും കാര്യങ്ങളൊക്കെ വന്നു. കുറേ ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അതിന് പല കാരണമുണ്ട്. നാട്ടിൽ നിന്ന് നേരിട്ട് കയറി വന്ന ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് ഓടിക്കുന്നവരാണെന്നാണ് കൂടുതലും കേട്ടത്. ഇവിടെ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ട്. അങ്ങനെ ടോട്ടലി ഓരോ ജോലിയിലും ഓരോ പ്രശ്നങ്ങൾ. അതേപോലെ ജോലി ഇല്ലാത്തവർ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ആൾക്കാർ ഇന്ന പോലത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ചോദിച്ച് നടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാലോ, അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളോട് വന്നിട്ട് ഒരു മാസമൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാം, നാട്ടിലത്തെ കുറച്ച് എമൗണ്ടൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിട്ട്. പക്ഷെ അതല്ലാതെ ഒരുപാട് ക്യാഷ് ചിലവഴിക്കേണ്ടി വന്നാൽ 1, 2, 3, 4 മാസമൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിക്ക് പോകാറുണ്ട്. അത് വല്ലാത്തൊരു ഇടങ്ങേറാണ്. അപ്പം അങ്ങനെയും ഓരോന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാനിവിടെ വന്ന ആ ഒരു സമയത്തെ പോലെയല്ല, ഒരുപാട് നമ്മളെ ഇന്ത്യക്കാർ വന്നു, കേരളക്കാർ വന്നു, മറ്റു രാജ്യക്കാർ വന്നു. ഇത് രാജ്യത്തിൻ്റെ ഒരു വലുപ്പം അനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചെറിയൊരു രാജ്യമാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് കാര്യമല്ല, ഇതൊരു ടൂറിസ്റ്റ് കൺട്രിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ദുബായ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇവർ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം യൂറോപ്പിൽ കയറിയിട്ട് അവർ കുറച്ച് വർഷങ്ങളോളായിട്ടുള്ളൂ. പിന്നെ ഷെങ്കലിൽ വന്നിട്ടും ഇന്റർ കഴിച്ചത് 2018-17 ഷെങ്കലിൽ വന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം കൂട്ടി വായിക്കുമ്പം ഇവർ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അപ്പോൾ അവർക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് നിർബന്ധമാണ്. ടൂറിസ്റ്റ് വന്നാലുള്ള ഇവരെ നിലനിൽപ്പ്. അപ്പം അതിനനുസരിച്ചുള്ള വരുമാനമാണ് ഇവർക്ക് വരുന്നത്. ഇവിടെ 2 പാർട്ടികളാണ് ഭരിക്കുന്നത്. ഒരു ബ്ലൂവും റെഡും എന്നൊക്കെ പറഞ്ഞിട്ട് 2 ലേബർ പാർട്ടിയും പിന്നെ ഒരു പാർട്ടിയും കൂടിയാണ് ഭരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ലേബർ പാർട്ടിയാണ്. അപ്പോൾ ലേബർ പാർട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. മീൻസ് നമ്മളെ പോലത്തെ വരണം എന്നാലേ ഇവിടെ ഡെവലപ്മെൻറ്റ് ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ്. അതല്ലാത്ത വേറൊരു പാർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സിറ്റിസൺസ് കുറച്ച് ആൾക്കാർ അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതിനോട് സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, പണ്ടത്തെ ഒരു മാൾട്ട, ഇത് നമ്മളൊന്ന് വരാത്ത മുന്നുള്ളൊരു മാൾട്ട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടാക്സോ കാര്യങ്ങളോ ഒക്കെ കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു വയസ്സായ ആൾക്കാർക്ക് പെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് മിനിമം പെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഏകദേശം 300-400 യൂറോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ സ്ഥാനത്ത് ലേബർ പാർട്ടി ഇവർ ഭരിക്കണ ആ സമയത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവർക്ക് എത്ര വെച്ചാൽ 800. നല്ല കാറ്റാ, ക്യാമറ താഴത്തേക്ക് പോകും തോന്നുക, അതുകൊണ്ട് കൈ പിടിച്ചു. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ടത്തത് 300 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 1000, 900, 800 അവർക്ക് ഈ ഒരു എന്താ പറയുക വയസ്സായവർക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വയസ്സായവരെ വോട്ടൊക്കെ പോണത് ഏകദേശം ഈ ഒരു പാർട്ടിക്ക് തന്നെയാണ്. കഴിഞ്ഞ മുന്നത്തതും ഭരിച്ചത് ഇവർ തന്നെയാണ്, ഇപ്പോൾ വന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ ഇനി 2 വർഷത്തോളം അവർ തന്നെ ഭരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇനിയും ഇവിടെ അങ്ങനത്തെ ഒരു എന്താ പറയുക പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരാനും അങ്ങനത്തെ ഒരു ഇതേ ഇവിടെ നടക്കുള്ളൂ. ലേബർ പാർട്ടി നമുക്ക് സപ്പോർട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് ആളുകൾ
ഇതിന് ഓക്കെയാണ്. കാരണം വേറെ നാട് ഡെവലപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. പക്ഷേ ഇതിലും കുറച്ച് ആൾക്കാർ എതിർ കക്ഷികൾ ഉണ്ടായതുകൊണ്ട് അവർ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ പൊളിറ്റിക്കലി ഇവിടെ പല ഇഷ്യൂസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതിന് പലതും ഞാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. മാൾട്ടയിൽ ഫോറിനേഴ്സ് ഗോ ബാക്ക് യുവർ കൺട്രി എന്നൊക്കെ പറയും. അതായത് നമ്മളെപ്പോലത്തെ ഒരു പുറത്തേക്ക് പോയിക്കോളി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. അതേപോലെ ചിലപ്പോൾ നമ്മൾ ഇന്ത്യൻസിന് പറയുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉള്ളവർക്ക് ശരിക്കും അറിയാം. കാരണം അവർ ഒരു ഇവിടെയുള്ള മാൾട്ടീസിനൊന്നും നമ്മളെ പറ്റൂല എന്നുള്ളൊരു ധാരണയ്ക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും. എനിക്ക് മനസ്സിലായത് ഇവിടെ നമ്മളെപ്പോലത്തവരില്ലെങ്കിൽ ഈ നാട് താഴോട്ട് പോകും. ഇവിടുത്തെ എന്താ പറയുക GDPയും കാര്യങ്ങളൊക്കെ താഴോട്ട് പോകും. ഇപ്പോൾ അവർ ഉണർന്നു വരുന്നതും ഓൾ യൂറോപ്യൻസും ഓൾ ഫോറിനേഴ്സും പുറത്തത്തെ എല്ലാ ആൾക്കാരും മാൾട്ടയിൽ വന്നിട്ട് നല്ല സ്പെൻഡ് ചെയ്യേണ്ട മണി. ഈ എമൗണ്ടാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫെസിലിറ്റി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ചെറിയ നാടായതുകൊണ്ട് ഇവിടെ ട്രെയിനില്ല, ഉള്ളത് റോഡ് മാർഗവും പിന്നെ ചുറ്റും ഈ കപ്പൽ, ബോട്ട് അങ്ങനത്തെ മാർഗ്ഗങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോലത്തെ വന്ന് കയറിയിട്ട് നമ്മളെപ്പോലത്തെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് പോയിക്കോളി എറിയാനൊന്നും ഇവിടുത്തെ ഗവൺമെൻറ്റിന് പെട്ടെന്ന് റൂളൊന്നുമില്ല. കാരണം നമ്മൾ വരുന്നത് ടാക്സ് അടച്ചിട്ടും നമ്മളെപ്പോലത്തെ എല്ലാ എംബസി ചാർജും എല്ലാം കൊടുത്തിട്ട് ID കാർഡും പുതുക്കി നല്ല രീതിയിലാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കണം? ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിന്നുകൊണ്ട് ഇവിടെ പല രീതിയിലുള്ള എന്താ പറയുക ഈ ഒരു റാസിസം പോലത്തെ ഹറാസ്മെൻ്റൊക്കെ നടക്കുന്നുണ്ട് ചില ഏരിയകളിൽ. ഞാൻ പറയും പാർട്ടി ബേസിലുള്ള കളികളാണത്. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ കൂടുതൽ പ്രതികരിക്കാൻ പോകണ്ട. കാരണം അത് അവർ തമ്മിലുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പം ചിലതൊക്കെ പുറത്തൊക്കെ എഴുതി വെക്കുന്നുണ്ട് ചിലർ അതന്നെ നമ്മൾ നടക്കുന്നിടത്ത് എവിടെയെല്ലാം എഴുതി വെക്കുക നമ്മളെപ്പോലത്തെ പുറത്തേക്ക് പോകണം, നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയണം. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാൾട്ടൻ്റെ ഉള്ളിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇഷ്യൂസ് പുറത്തുനിന്ന് വരുന്നത് നമ്മളെപ്പോലത്തെ ആൾക്കാർ എല്ലാവരും നല്ലവരെന്നാവില്ല. പല രീതിയിൽ പല മൈൻഡിലുള്ള കള്ളന്മാരൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് 10 ആളുള്ള അടുത്ത് 100 ആൾ വരുമ്പോൾ ആ 100 ആൾക്കനുസരിച്ചുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും അത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഗവൺമെൻറ്റും അതിന് ആക്ഷൻ എടുക്കണം, മുന്നോട്ട് പോകണം. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ വെറിയിടാണ്ട. അത് ചിലപ്പോൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് മാൾട്ടീസാനെ കയറും, ചിലപ്പോൾ നമ്മളെപ്പോലത്തെ ഒരാളെ കയറും, പുറത്തത്തെ ആളെ കയറും. അപ്പോൾ ഇവർ പറയും കണ്ടോ ഇവർ വന്നിട്ടാണ് ഈ പ്രശ്നം, ഇവരുണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നം, അതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞേക്കണം എന്ന് പറയുന്ന ടീമുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓവറാക്കി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലത്. നമ്മൾ നമ്മളെ ജോലി എടുക്കുക, നമ്മളെ കാര്യം നോക്കുക, നമ്മളായിട്ടൊരു പ്രശ്നത്തേക്ക് പോവാതിരിക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യങ്ങളോട് സൂചിപ്പിക്കാം. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഇത് യൂറോപ്പാണ്, ഷെങ്കനാണ്. ഷെങ്കനിലിപ്പം ഈ ഒരു സമയത്ത് ഏകദേശം ഇപ്പം റൊമാനിയ, പിന്നെ അതൊരു ബൾഗേറിയ, അങ്ങനെ 2-3 രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 27 28-29 രാജ്യങ്ങളോളം ഷെങ്കനായി. എല്ലാവരും വിചാരം ഷെങ്കനായി വന്നാൽ നമുക്ക് ഈ മാൾട്ട പറ്റിയില്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യാമെന്നുള്ളൊരു ധാരണ എല്ലാ ആൾക്കാരുണ്ട്. ഓർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒറ്റയടിക്കാണ്ട് ജോലി ചെയ്യാനൊന്നും പറ്റും കേട്ടോ അപ്പുറത്ത് പോയിക്കൊണ്ട്. അപ്പം നിങ്ങൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരാനും പറ്റും, ഈ കണ്ട രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും, കറങ്ങാൻ പോവാം. നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കറങ്ങാൻ പോവാം. ജർമ്മനി പോകണോ? ID കാർഡ് ഉണ്ടോ? വിട്ടോളി. ജർമ്മനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? വിട്ടോളി. ഏത് രാജ്യത്തേക്കും പോവാം, കറങ്ങിയടിച്ച് വരാം. പക്ഷേ നിങ്ങൾ ഒരു ജോലി മാറണമെങ്കിൽ ആ നാട്ടിലത്തെ ജോബ് ഓഫർ വരണം. ആ ജോബ് ഓഫർ ഇവിടെയാണ് എംബസി ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുക, അതല്ലെങ്കിൽ പുറത്ത് യൂറോപ്പിൽ തന്നെ ഒരു എംബസി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് നാട്ടിലത്തെ പോലെ തന്നെ ആ വിസ കിട്ടണം, പേപ്പർ കൺഫർമേഷൻ വരണം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ID കാർഡ്ക്ക് മാറണം എന്നർത്ഥം. അപ്പം ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ട്, ഷെങ്കനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിട്ടും ജോലി ചെയ്യാം. ഒരിക്കലും അങ്ങനെയല്ല. ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ പേപ്പർ വർക്ക് എടുത്ത് മാറി ആ നാടിൻ്റെ ആ രാജ്യത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ അത് തലയിൽ കയറ്റി വെക്കുക. എന്തായാലും മാൾട്ട ഇപ്പം വലിയ സീനൊന്നും ഇല്ല, ചെറിയ സീനുള്ളൂ. മാൾട്ടൻ്റെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇഷ്യൂസും വലിയ ഇഷ്യൂസൊന്നുമല്ല, എന്നാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അന്നത്തെ പോലെ തന്നെ ഇന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നവർ, ഇപ്പോൾ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ എന്നോടുണ്ട്, പുറത്ത് ജോലി അന്വേഷിക്കുന്നവരുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും നിങ്ങളെ സഹായിക്കാനൊന്നും കഴിയില്ല. ഇവിടുത്തെ ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് കഴിയണ പോലെ തന്നെ ജോലികളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിലും ഇവിടുത്തെ നമ്മുടെ മാൾട്ടൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അവർ കുറേ ആൾക്കാരാണ് കയറിയവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് കഴിയുള്ളൂ. ഓക്കെ, നമ്മളിവിടുത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാരണം ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങുന്നു, അതിന് കിട്ടുന്ന അപ്ഡേഷൻസൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഒരുവിധം ഷോപ്പുകളായിട്ടും നമുക്ക് അത്ര കണക്ഷൻ ഇല്ല. പിന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ള പയ്യന്മാർ നമ്മളോട് പറയുമ്പോഴാണ് ഞാൻ അതൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ സീനുകളൊന്നും ഇല്ലാതെ മാൾട്ടൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട്. എന്നാലും ഇവിടുന്ന് ടെർമിനേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നവരുണ്ട്. പിന്നെ നമ്മളൊരു ഫ്രണ്ടിന് വന്നത് നാട്ടിൽ നിന്ന് ബിസിനസ് വിസ എടുത്തിട്ട് കയറി വന്നു. ബിസിനസ് വിസ കയറി വന്നിട്ട് ഇവിടുന്ന് കാർഡ് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു, വർക്ക് വിസയ്ക്ക്. അത് നടക്കാതെ ഒരു ചെക്കൻ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ പല ഇഷ്യൂസും വരുന്നുണ്ട്. അതായത് വിസിറ്റിങ്ങിന് വരിക, അല്ലെങ്കിൽ ബിസിനസ് വിസയ്ക്ക് വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിസയ്ക്ക് വരാണ്, പെട്ടെന്ന് എത്താനുള്ള മാർഗ്ഗം നോക്കുകയാണ്. എത്തിയിട്ട് അത് അപ്പുറത്തേക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ക്യാഷും വാങ്ങി കൊണ്ടുവന്ന് വരെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വർക്ക് വിസ അല്ലാതെ മറ്റുള്ള വിസക്ക് വന്നിട്ട് മാറ്റാന്നുള്ളത് മാൾട്ടയിൽ അത്ര ഈസി ഒന്നല്ല.
പൊതുവെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ആ റൂൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് മാറിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർ അത്രയും വാച്ച് ചെയ്യുന്നുണ്ട്, ഏത് രാജ്യക്കാരാണ് എങ്ങനെയാണ് അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഇവിടുന്ന് ID കാർഡ് കൊടുക്കുന്നതന്നെ ഉള്ളൂ. അതുകൊണ്ട് അത്ര സിമ്പിളായിട്ട് കണ്ട മാൾട്ടനെ കയറി വരാം, ജോലി ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അവരൊന്നും ആരും പുറത്ത് വന്നിട്ട് അധികമൊന്നും പറയില്ല. എന്നാലോ തീരെ ഇല്ലാത്തവരും ജോലി പോയവരും മാത്രമേ കമൻറ്റിലും ബാക്കിയുള്ളത് വന്നിട്ട് ഇത് പറയുള്ളൂ, എൻ്റെ ജോലി പോയി, ഇവിടെ അത്ര ഗുണമല്ല മെച്ചല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാളിപ്പോൾ നമ്മളെ വേറൊരു യൂട്യൂബർ ഇവിടെ പറഞ്ഞു 4000 യൂറോ 5000 യൂറോ വരെ സമ്പാദിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോൾ അതിന് കമൻ്റ് ഉണ്ട്, പച്ച നുണാരാണ് അതൊന്നും ഇല്ല എന്നൊക്കെ. ഒരിക്കലുമല്ല, അങ്ങനെ ഉണ്ടാക്കുന്നവരിവിടെ ഉണ്ട്, എനിക്കറിയാം. അതായത് 4 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം മാൾട്ടയിൽ ഉണ്ടാക്കുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ വിചാരിച്ച് കയറി വരുന്ന എല്ലാവർക്കും അതുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് നാട്ടിലത്തെ 70,000 80,000 നാട്ടിൽ അയക്കുന്നവരുണ്ട്, 1 lakh അയക്കുന്നവരുണ്ട്, 2 ലക്ഷം അയക്കുന്നവരും 5 ലക്ഷം അയക്കുന്നവരുണ്ടെന്ന് പറയാം. 5 ലക്ഷം എന്നില്ലെങ്കിൽ ഒരു 4 ലക്ഷം എന്തായാലും അയക്കുന്നവരുണ്ടെന്ന് എനിക്കറിയണവരുണ്ട്. അപ്പം അത് അതിനുള്ള ടാക്സും കാര്യങ്ങളൊക്കെ പോവും, അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് ഉണ്ടാവും, അവർക്ക് അതിനനുസരിച്ചുള്ള ജോലിയുണ്ട്, സ്കില്ല്. അപ്പം പറ്റ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നവർ ഇവിടെ ഉണ്ട്, നല്ല ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നവരും മാൾട്ടയിലുണ്ടെന്ന് അർത്ഥം. അപ്പം ഇനിയും നെക്സ്റ്റ് ഇയർ ഈ ഒരു ഡിസംബറിനോടനുബന്ധിച്ചാണ് ഇവർ റൂൾ മാറ്റിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഇയർ ഇനിയും ഇതേപോലെ തന്നെ റൂൾസ് മാറ്റാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് വരാൻ പോയി, തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇനി ഒതുങ്ങും, അധികം ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സമ്മറിലേക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ട് പിന്നെയും പോകും. ആ സമ്മർ അവസാനിക്കുമ്പോൾ പിന്നെയും ചെക്കിങ് വരും. അതാണ് മാൾട്ടൻ്റെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇൻഫർമേഷനായിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് തൽക്കാലം ഞാൻ വിട വാങ്ങുകയാണ്. ഈ വീഡിയോ മാൾട്ടയിലെ ചെക്കന്മാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക, മാൾട്ടയ്ക്ക് വരാൻ നിൽക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. ബഷീറാണ്, മാൾട്ടയിൽ നിന്നാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.